ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വീഡിയോയിലേക്ക് എങ്ങനെ ഒരു ഇമേജ് ഓവർലേ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പും ഒരു ഇമേജും ഇവിടെ ആദ്യം തന്നെ കൊടുന്നു വെച്ചിട്ടുണ്ട്. ഈ ജസ്റ്റ് വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങോട്ട് കൊടുന്നു, ഒന്നെങ്കിൽ ഇവിടേക്ക് സോഴ്സ് ഈ ഏരിയക്ക് കൊണ്ടിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നേരെ ഈ വീഡിയോ ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വലിച്ചാൽ. അതേപോലെ ഇനിയാണ് നമുക്ക് ഓവർലേ ചെയ്യേണ്ടത്. ഈ ഒരു ഇമേജാണ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ഇമേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ആ ടൈം ലൈനിന്റെ ഇതില്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ കണ്ട, നമ്മൾ കൊണ്ടുവന്ന ആ ഇമേജിന്റെ എത്ര ഏരിയയിലുണ്ട് അതാണ് ഈ പിങ്ക് കളറിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. അപ്പൊ ഈ ഏരിയയിൽ മൊത്തം നമുക്ക് ആ ഒരു ഇമേജ് കിട്ടും. ഈ ഇമേജ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്ട് കൺട്രോൾ കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എഫക്ട് കൺട്രോൾ കൊണ്ടുള്ള ഓപ്ഷനിൽ നമുക്ക് പൊസിഷൻ മാറ്റണമെങ്കിൽ പൊസിഷൻ മാറ്റാം. ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് 960 ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് 500 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലെഫ്റ്റിലേക്ക് മാറി. അത് ഇവിടുത്തെ 540 മാറ്റി ഞാൻ ജസ്റ്റ് 1000 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ട ഏറ്റവും ബോട്ടത്തേക്ക് എത്തി. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇമേജിലെ നേരെ സെലക്ട് ചെയ്യുക. കണ്ട ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ കുറച്ച് സർക്കിളിൽ കോർണർ പോയിന്റ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം, സൂം ചെയ്യല്ല വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അതേപോലെ മൂവ് ചെയ്യണമെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യണം കുറച്ചുകൂടി എളുപ്പം. ഇവിടെ വന്ന് മൂവ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ഇതായിരിക്കും. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു കോർണറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കോർണറിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് അതിന് സൈസ് കുറയ്ക്കണമെങ്കിൽ സൈസ് കുറയ്ക്കുക. അങ്ങനെ എന്താ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന്റെ ഈ വീഡിയോയുടെ ഫുള്ള് വേണമെങ്കിൽ ആ ഒരു ജസ്റ്റ് ക്ലിപ്പ്, ആ പിങ്ക് കളറിലുള്ള ആ ഇമേജ് ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് മൊത്തത്തിലാണ്ട് ആക്കുക. അങ്ങനെയാണ് നമുക്ക് ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇമേജിന്റെ വല്ലതും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. റൊട്ടേഷൻ, സ്കെയില്, പൊസിഷൻ, അതൊക്കെ നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ വെച്ച് ചെയ്യാൻ പറ്റും. ഇത്രയല്ലോ ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ.